പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നത് കർഷകരെയാണ്. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ കോഴിക്കോട് വലിയ തോതിലുള്ള കൃഷിനാശമുണ്ടായി. വെള്ളം കെട്ടിനിന്ന് ചാത്തമംഗലം പഞ്ചായത്തിലെ ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് നശിച്ചുപോയത്. കൊയ്തെടുക്കാറായ കൃഷി നശിച്ചതോടെ വലിയ ദുരിതത്തിലാണ് അവിടുത്തെ കർഷകർ. അവരുടെ വേദന എന്താണെന്ന് കാണാം. ചാത്തമംഗലം പഞ്ചായത്തിലെ വെള്ളനൂർ കൂഴക്കോട് ഇഷ്ടിക ബസാർ മേഖലയിലാണ് വ്യാപക കൃഷിനാശം. കനത്ത മഴയിൽ വെള്ളം കെട്ടിനിന്ന് കൃഷി പൂർണ്ണമായും നിലത്തു വീണു. നെൽക്കതിരുകൾ വെള്ളത്തിൽ മുങ്ങി അഴുകി നശിക്കുകയാണ്. ഈ വീണുകിടക്കുന്നത് നെൽച്ചെടികൾ മാത്രമല്ല, അനേകം കർഷകരുടെ സ്വപ്നങ്ങൾ കൂടിയാണ്. കനത്ത മഴയാണ് പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചത്. അത്യുൽപാദന ശേഷിയുള്ള ചെമ്പാവ് നെല്ലിനമാണ് പ്രധാനമായും വെള്ളനൂർ മേഖലയിലെ കർഷകർ കൃഷി ഇറക്കിയിരുന്നത്. കൂടാതെ അപൂർവമായി കണ്ടുവരുന്ന രക്തശാലി ഇനവും കൃഷി ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം ഈ വിധം വീണതോടെ കൊയ്തെടുക്കാൻ പോലും കഴിയുന്നില്ല. മഴ പെയ്തിട്ട് കംപ്ലീറ്റ് വെള്ളത്തിലായി പോയി. ഇപ്പൊ നെല്ല് ഇപ്പൊ ചളിയിൽ ആയിപ്പോയി. ഇത് ഇന്ത്യക്കാരടക്കം കൊയ്യാൻ കൂട്ടിക്കൂല. ഇനിയിപ്പോ ഈ നെല്ല് കാലൊന്നും വലിച്ചാൽ കിട്ടില്ല, അക്കോലത്ത് ചളി അപ്പം കിടക്കുന്നത്. കംപ്ലീറ്റ് ചീഞ്ഞു പോയി. ഇപ്പം മേലെ കാണുന്ന ഇത് മാത്രമേ ഉള്ളൂ. അടിയൊക്കെ ചീഞ്ഞെടുക്കുക, അതൊന്നും കൊയ്യാൻ കഴിയൂല. ഇത് വലിയ നെല്ല, ചെമ്പാവ് എന്ന് പറയുന്ന നെല്ല. ഇത് എന്താ ഉണ്ടാകുക വെച്ചാൽ ഇതിങ്ങനെ വീണ് പോകും. എന്നുവെച്ചാൽ ലേശം മണിക്ക് മൂപ്പാകുമ്പോൾ ഇതിങ്ങനെ വീണ് കഴിഞ്ഞ് പിന്നെ മഴ പെയ്യുകയാണ്. വെള്ളം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ പൊഴിയുമ്പോൾ കൊയ്യാൻ കിട്ടൂല. നമ്മുടെ ഈ നാട്ടിലുള്ള കർഷകരെല്ലാം പല പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ കടം വാങ്ങിയിട്ടും അതുപോലെ തന്നെ സ്വർണമൊക്കെ ബാങ്കിലൊക്കെ വെച്ചിട്ട് ലോൺ എടുത്തിട്ടാണ് ഈ കൃഷി ഇറക്കുന്നത്. ഇപ്പോൾ എങ്ങനെ ഈ നഷ്ടം നികത്തുന്നുള്ളതിനുള്ള ഒരു ആശങ്കയാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളത്. സ്വകാര്യ പണം ഇടപാട് സ്ഥാപനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വായ്പയെടുത്തും മറ്റുമാണ് കർഷകർ കൃഷി ഇറക്കിയത്. കൃഷിനാശത്തെ തുടർന്ന് ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഇവർ. ഇത് ഒരു കാലം തെറ്റി വന്ന ഒരു മഴ. ആ മഴ വല്ലാതെ കർഷകർക്ക് ഒരു ഏക്കർ കണക്കിന് സ്ഥലം തന്നെയാണ് ഈ മഴയെ കൊണ്ട് വെള്ളത്തിൻ്റെ അടിയിലായി പോയത്. കാട്ടുപന്നി, മയില് എന്നീ ഇതിലൂടെയൊക്കെ ഞങ്ങൾ പോരാടിയിട്ട് ബാക്കി വന്ന നെല്ലാണ് ഈ മഴ ഒന്നിച്ച് നശിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര ഭീമമായ നഷ്ടമാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഒന്നും ഇവിടുന്ന് നേടാനല്ല. ഇനി ബാക്കി നിൽക്കുന്ന നെല്ല് ഇവിടെ ഉപേക്ഷിച്ചിട്ട് അവിടെ പോകുക അല്ലാതെ ഹിന്ദിക്കാർക്ക് പുതിയ ഒരു 1000 രൂപ വരും ഒരു ദിവസത്തെ കൂലി ഇവർക്ക്. 900 രൂപ അതും വരും. ഭക്ഷണത്തിൻ്റെത് 100 രൂപയും കൂട്ടി 100-150 രൂപേൻ്റെ അടുത്ത് അതും വരും. 1000-1000ൻ്റെ മുകളിൽ വരും. അതും കൂടി ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞ് ഇത് കൊയ്തെടുത്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ നഷ്ടമാണ്. അതുകൊണ്ട് ഇനി അതിനോട് പോകാതെ ഇത് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ എന്നിവിടങ്ങളിൽ കർഷകർ പരാതി നൽകിയിട്ടുണ്ട്. വലിയ പ്രതിസന്ധിയിലാണ് ഈ മേഖലയിലെ കർഷകർ. അർഹമായ നഷ്ടപരിഹാരം എത്രയും വേഗം ലഭ്യമാക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.